ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് ശരത് പി അരുവൻ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വെസ്റ്റീജിൻ്റെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റായിട്ടുള്ള മാക് ഡ്രൈവ് നാനോ എനർജൈസറിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ വെസ്റ്റീജിലുള്ള ഓരോ ഉൽപ്പന്നങ്ങളും മനുഷ്യനും പ്രകൃതിക്കും ഒരു തരത്തിലും ദോഷം ചെയ്യാത്ത രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ആ ശ്രേണിയിലേക്ക് കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ പ്രൊഡക്റ്റാണ് മാക് ഡ്രൈവ്. ഒരു മനുഷ്യ ശരീരത്തിൽ ഹൃദയത്തിന് എത്രത്തോളം സ്ഥാനമുണ്ടോ അത്രയും പ്രാധാന്യം ഒരു എൻജിന് ഒരു വാഹനത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ എൻജിൻ്റെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻജിൻ്റെ ഹെൽത്ത് നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ, ഇപ്പോൾ പീരിയോഡിക് സർവീസും കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് എൻ്റെ പെർഫോമൻസിനെ കാര്യമായിട്ട് ബാധിക്കും. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഡൗൺ ആകാനുള്ള സാധ്യതയുണ്ട്, പിക്കപ്പ് കുറയും, മൈലേജ് കുറയും, പുകയും ശബ്ദവും അല്ലെങ്കിൽ വൈബ്രേഷനൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തേ മതിയാവുള്ളൂ. എയർ പൊല്യൂഷനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, ഒരു വാഹനം, അതായത് ഒരു കാറ് ഒരു വർഷം 4600 കിലോ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നുണ്ടെന്നാണ് കണക്ക് പറയുന്നത്. ഇത് ആഗിരണം ചെയ്യണമെങ്കിൽ മുഴുവൻ വളർച്ചയെത്തിയ, പൂർണ്ണ വളർച്ചയെത്തിയ 220 മരങ്ങൾ ആവശ്യമാണ്. ഇത് പ്രകൃതിക്ക് മാത്രമല്ല, നമ്മളുടെ ആരോഗ്യത്തിനും പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നടക്കുന്ന 8 മരണത്തിനും പ്രധാന കാരണം ഇത്തരത്തിൽ വായു മലിനീകരണം കൊണ്ടുണ്ടാകുന്ന ലങ്സ് ഡിസീസസാണ്. ലോകത്തിലെ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള 10 നഗരങ്ങളിൽ 6 നമ്മുടെ ഇന്ത്യയിലാണുള്ളത്. ഇതിനെല്ലാം പരിഹാരമായിക്കൊണ്ട് വെസ്റ്റീജ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു റവല്യൂഷണറി പ്രൊഡക്റ്റാണ് മാക് ഡ്രൈവ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി ഒരു നാനോ ടെക്നോളജി ബേസ്ഡ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇത് എൻജിൻ എഫിഷ്യൻസി കൂട്ടുന്നതോടൊപ്പം പൊല്യൂഷൻ ഗണ്യമായ രീതിയിൽ കുറയ്ക്കാനും സഹായകരമാണ്. ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നത് എല്ലാതരം വെഹിക്കിളിലും, 2 വീലർ മുതലുള്ള എല്ലാതരം വെഹിക്കിളിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാറ്, ബസ്, ട്രക്ക്, എയറോപ്ലെയിൻ, ഷിപ്പ് തുടങ്ങിയ എല്ലാ വെഹിക്കിൾസിലും നമുക്കിത് ഉപയോഗിക്കാം. കൂടാതെ വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ മെഷീനറീസിലും, അതായത് ജനറേറ്റർ, കംപ്രസർ, മോട്ടോർ, ബിയറിങ്സ്, ലിഫ്റ്റ്, ഗിയർ ബോക്സ് തുടങ്ങിയ എല്ലാ മെഷീനറീസിലും നമുക്കിത് ഉപയോഗിക്കാനാവും. എന്താണ് നാനോ എനർജൈസർ? ഇതൊരു ആഡിറ്റീവാണ്. അതായത് വെഹിക്കിളിലാണെങ്കിൽ എൻജിൻ ഓയിലിൻ്റെ കൂടെ, ജനറേറ്റർ, കംപ്രസറൊക്കെ ആണെങ്കിൽ ലൂബ്രിക്കൻ്റ് ഓയിലിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ആഡിറ്റീവാണ് നാനോ എനർജൈസർ. ഇത് എൻജിൻ്റെ ഉള്ളിൽ ഒരു പ്ലാറ്റിനം സെറാമിക് കോട്ടിംഗ് ആണ് ഉണ്ടാക്കുന്നത്. പ്ലാറ്റിനം എന്ന് പറയുന്നത് സ്റ്റീലിനേക്കാൾ 20 ഇരട്ടി ഹാർഡും 5 ഇരട്ടി ഷൈനിങ്ങും ഉള്ളൊരു മെറ്റലാണ്. അതുകൊണ്ട് തന്നെ എൻജിൻ്റെ പെർഫോമൻസ് വളരെ സ്മൂത്തായിരിക്കും, പവർഫുള്ളായിരിക്കും. കൂടാതെ മൈലേജ് വർദ്ധിക്കാൻ ഇത് സഹായകരമാവും. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി സെറാമിക് പ്ലസ് മെറ്റാലിക് കോട്ടിംഗ് ടെക്നോളജിയാണ്. ഇതൊരു നാനോ സെർമറ്റാണ്. സെർമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറാമിക്കിൻ്റെയും മെറ്റലിൻ്റെയും കോമ്പിനേഷനാണ് സെർമറ്റ് എന്ന് പറയുന്നത്. ഇതിൽ അടങ്ങിയിരിക്കുന്നത് 20 നാനോമീറ്റർ സൈസുള്ള പ്ലാറ്റിനം കോട്ടഡ് സിർക്കോണിയം പൗഡറാണ്. അത് മിനറൽ ഓയിലിൽ ഒരു കുഴമ്പ് രൂപത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. നാനോമീറ്റർ എന്ന് പറയുമ്പോൾ 10 lakhs നാനോമീറ്ററാണ് 1 മില്ലിമീറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം എത്രത്തോളം ചെറിയ പാർട്ടിക്കിൾ സൈസാണ് ഇതിനുള്ളതെന്നുള്ളത്. ഈ ഒരു കോമ്പിനേഷൻ എൻജിൻ്റെ പ്രൊട്ടക്ഷനും റീസ്റ്റോറേഷനും ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. ഇതിൻ്റെ ബെനിഫിറ്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിലവിൽ ഭാരത് സ്റ്റേജ് 4 ഒരു എൻജിൻ തുറക്കാതെ തന്നെ ഭാരത് സ്റ്റേജ് 6 കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏക ടെക്നോളജി എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ ബെനിഫിറ്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും എൻജിൻ്റെ പവർ അല്ലെങ്കിൽ പിക്കപ്പ് ഒരു 100% കൊണ്ടുവരാൻ കഴിയും. മൈലേജ് ഒരു 15% വർദ്ധിക്കും. നോയ്സും വൈബ്രേഷനും നല്ല രീതിയിൽ കുറയും. കാർബൺ എമിഷൻ നമുക്കൊരു 70% കുറയ്ക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻജിൻ്റെ ലൈഫ് വർദ്ധിക്കും. ഇത് ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കോട്ടിങ് നമുക്ക് 30,000 കിലോമീറ്റർ വരെ ലാസ്റ്റ് ചെയ്യും. ഏത് രീതിയിലാണ് നമുക്കിത് ഉപയോഗിക്കാനാവുക? ഇത് എൻജിൻ ഓയിൽ മാറ്റിയതിന് ശേഷം ഉപയോഗിക്കുകയാണ് ഏറ്റവും ഐഡിയൽ. ഇപ്പോൾ ഒരു വാഹനം എൻജിൻ ഓയിൽ മാറ്റാനായി എങ്കിൽ മാറ്റിയതിന് ശേഷം ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇത് ഉപയോഗിക്കുമ്പോൾ വാഹനം ഒരു 10-15 മിനിറ്റ് വാമപ്പ് ചെയ്യണം. ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓഫാക്കുക, ഒരു 10-15 മിനിറ്റ്. അതിനുശേഷം നാനോ എനർജൈസർ ഒരു 50 തവണയെങ്കിലും നല്ല രീതിയിൽ ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഒഴിക്കേണ്ടത്. അപ്പോൾ ഓയിൽ ഫില്ല് ചെയ്യുന്ന ആ ക്യാപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് നാനോ എനർജൈസർ വളരെ സാവധാനത്തിൽ ഒഴിക്കാം. അതിനുശേഷം പൂർണ്ണമായിട്ട് ഒഴിച്ചതിന് ശേഷം ഓയിൽ ഫില്ലിംഗ് ക്യാപ്പ് അടയ്ക്കുക. 2 രീതിയിൽ നമുക്ക് അതിന് ശേഷം ചെയ്യാം. ഒന്നില്ലെങ്കിൽ വാഹനം ഒരു 20 മിനിറ്റ്
നിർത്തിയിടുക, അല്ലെങ്കിൽ ഒരു 30 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം, 2 വീലറും 3 വീലറും ആണെങ്കിൽ അടുത്ത ഒരു 400 കിലോമീറ്റർ ഓടുന്നവരെ നമ്മൾ എൻജിൻ ഓയിൽ മാറ്റരുത്. ഇത് കാറിൻ്റെ കേസാണെങ്കിൽ നമുക്ക് ഒരു 1200 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ എൻജിൻ ഓയിൽ മാറ്റരുത്. ഹെവി വെഹിക്കിൾസ് ഒക്കെ ആണെങ്കിൽ ഒരു 3000 കിലോമീറ്ററിൽ മാറ്റരുത്. ഇത് വാഹനത്തെ സംബന്ധിച്ച് ഈ രീതിയിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ നമ്മുടെ ജനറേറ്റർ കംപ്രസറിലൊക്കെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് 30 ml പൗച്ചായിട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ 10 ലിറ്റർ എൻജിൻ ഓയിൽ അല്ലെങ്കിൽ 10 ലിറ്റർ ലൂബ്രിക്കൻ്റ് ഓയിൽ കപ്പാസിറ്റിയുള്ള ഒന്നിന് ഒരു പൗച്ച് മതി. അതാണ് ഇതിൻ്റെ പ്രൊപ്പോർഷൻ വരുന്നത്. കംപ്രസറിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യത്തെ ഒരു 100 മണിക്കൂർ പ്രവർത്തിക്കുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ ലൂബ്രിക്കൻ്റ് ഓയിൽ മാറ്റരുത്. ഇതിൻ്റെ കോട്ടിങ് ജനറേറ്ററിലാണെങ്കിൽ ഒരു 1000 മണിക്കൂർ വരെ ലാസ്റ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. സർട്ടിഫിക്കേഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേൾഡിലെ ലീഡിംഗ് ആയിട്ടുള്ള എല്ലാ ഓട്ടോമൊബൈൽ ബ്രാൻഡ്സും നമ്മുടെ ഈ പ്രൊഡക്റ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. മെഴ്സിഡസ് ബെൻസ്, വോൾവോ, ഓഡി, കിയ, ടൊയോട്ട, ഹോണ്ട, ഹുണ്ടായി, ദേവ് പോലെയുള്ള ബ്രാൻഡ്സുകളൊക്കെ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ എക്കോ ഫ്രണ്ട്ലി ആണ്. കാരണം കാർബൺ എമിഷൻ വളരെ രീതിയിൽ കുറയ്ക്കുന്നുണ്ട്, എൻജിൻ ലൈഫ് വർദ്ധിപ്പിക്കും, ഹോഴ്സ് പവർ ഒരു 15% വർദ്ധിപ്പിക്കും, മൈലേജ് ഒരു 15% വർദ്ധിപ്പിക്കുന്നുണ്ട്, എയർ ആൻഡ് നോയ്സ് പൊല്യൂഷൻ കുറയ്ക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് മാക്ഡ്രൈവ്. ഇതിൻ്റെ 2 രീതിയിലുള്ള പാക്കിംഗ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 2 വീലർ 3 വീലർ ജനറേറ്ററിനൊക്കെ വേണ്ടിയുള്ള ഒരു മോഡൽ 1495 രൂപയാണ് MRP, 1280 DP, 42.67 PV നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് 4 വീലർ ആൻഡ് അബോവ്, 4 വീലർ ബസ്സുകൾ, ട്രക്ക്, JCB പോലെയുള്ള വാഹനങ്ങളിലേക്ക് ഉപയോഗിക്കാൻ ഉള്ള പാക്കിംഗ് വരുന്നത് 1870 ആണ് MRP, 1600 DP, 53.33 PVയും നമുക്ക് കിട്ടും. ഇത് ഏത് രീതിയിൽ നമുക്ക് ലാഭകരമാണെന്ന് നോക്കാം. ഇത് ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 30,000 കിലോമീറ്റർ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആവറേജ് ഒരു 45 കിലോമീറ്റർ മൈലേജ് ഉള്ള ഒരു 2 വീലറിലാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ 80 രൂപ പെട്രോളിന് കണക്ക് കൂട്ടിയാൽ 30,000 കിലോമീറ്റർ സഞ്ചരിക്കാൻ 667 ലിറ്റർ പെട്രോൾ ആവശ്യമാണ്. കമ്പനി പറയുന്നത് 15% മൈലേജ് വർദ്ധിക്കുന്നതാണ്. എങ്കിലും ഇവിടെ 10% കണക്ക് കൂട്ടലിൽ എടുത്തിട്ടുള്ളൂ. അങ്ങനെ നോക്കിയാൽ പോലും 66 ലിറ്റർ പെട്രോൾ നമുക്ക് ലാഭിക്കാനാവും. അതായത് 5280 രൂപ ലാഭിക്കാനാവും. പക്ഷെ നമ്മൾ ഇതിനു വേണ്ടി മുടക്കുന്നത് വെറും 1280 രൂപയാണ്. ഇനി 4 വീലറിൻ്റെ കണക്കിലേക്ക് നോക്കിയാൽ ആവറേജ് 16 കിലോമീറ്റർ മൈലേജ് ഉള്ള വാഹനമാണെങ്കിൽ 30,000 കിലോമീറ്റർ യാത്ര ചെയ്യാൻ 1875 ലിറ്റർ പെട്രോൾ ആവശ്യമാണ്. അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 187 ലിറ്റർ പെട്രോൾ, അതായത് 15,000 രൂപ നമുക്ക് ലാഭിക്കാനാവും. പക്ഷേ നമ്മളിവിടെ മുടക്കുന്നത് വെറും 1600 രൂപയാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. ബേസിക്കലി ഇതൊരു കൊറിയൻ പ്രൊഡക്റ്റാണ്, ഇമ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മളിതോട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ കഴിയും. എല്ലാവർക്കും എല്ലാവിധ വിശ്വസം നേരുന്നു. താങ്ക് യു.